നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷു ഫലപ്രകാരം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ശുഭഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. കാരണം വരുമാനത്തിൽ നല്ല വർധനവ് കാണുന്നുണ്ട്. അത്യാവശ്യം സാമ്പത്തികമായിട്ട് മിച്ചം വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഈ വർഷത്തിൽ വരുമാനം വർദ്ധിക്കാനുള്ള യോഗമാണുള്ളത്. കാരണം 5 രൂപ കയ്യിൽ കിട്ടിയാൽ 2 രൂപയെ ചിലവ് വരൂ എന്ന് പറയുമ്പോൾ ബാക്കി 3 രൂപ മിച്ചം വയ്ക്കാൻ പറ്റുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ വരുമാനം വർദ്ധിക്കാനുള്ളൊരു യോഗമുണ്ട്. ഈ മെയ് മാസം വരെ 6ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിലും ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 7ാം ഭാവത്തിലേക്ക് മെയ് മാസത്തിന് ശേഷം വരുമ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം നേടാനായിട്ടുള്ള ഒരു യോഗം മൂലം നക്ഷത്രക്കാർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല ദൈവാധീനമുള്ളൊരു വർഷമാണ്. ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർഷങ്ങളിൽ വേണം പുതിയതായിരിക്കുന്ന സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും യോഗം ഉണ്ടാവും. സർവാഭിഷ്ടങ്ങളും സാധിക്കാനായിട്ട് യോഗമുള്ള ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഇതുവരെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത്, അതായത് വീട് വയ്ക്കുക, ഭൂമി വാങ്ങുക, വാഹനം വാങ്ങുക, വിവാഹം നടക്കുക, ഇങ്ങനെയുള്ള മംഗളകർമ്മങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു വർഷം കൂടിയാണ്. അത് കാരണം ഈ വർഷത്തിൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകും. അതേപോലെ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ ഭൂമി വാങ്ങാനായിട്ട് സാധിക്കും. ബന്ധുക്കളുമായിട്ടും കുടുംബക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കാൻ യോഗമുള്ളത് കാരണമുണ്ട്. ഈ വർഷത്തിൽ നേട്ടങ്ങൾ തന്നെയാണ് പറയേണ്ടത്. കാരണം ജോലി ഇല്ലാത്തവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്കല്ല, ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനും മാനസികമായിട്ട് സന്തോഷമുണ്ടാകാനും അത്യാവശ്യം സേവിങ്സ് ഉണ്ടാകാനും ഒക്കെ പറ്റിയൊരു വർഷമാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.